ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രൈ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഒന്ന് വീഡിയോയിൽ ഇട്ടിട്ടുള്ള റെസിപ്പി. ഈ ഫ്രൈ ഉണ്ടാക്കാൻ ഇത്രയും കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഇത് 2-3 പ്രാവശ്യം നല്ലോണം കഴുകിയതിന് ശേഷം വിനാഗിരി മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വയ്ക്കുക. ഇനി ആ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ നിന്ന് കോളിഫ്ലവറൊക്കെ ഊറ്റിയെടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് കൈകൊണ്ട് കൂട്ടി കുഴച്ച് വെക്കുക. ഇനി ഈ കോളിഫ്ലവർ പൊരിച്ചെടുക്കാനായിട്ടുള്ളൊരു കൂട്ട് തയ്യാറാക്കണം. അതിനൊരു പാത്രം എടുത്തിട്ടുണ്ട്. 4 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് 1 ടീസ്പൂണോളം ഉണ്ട് ഇട്ട് അതിലിട്ട് കൊടുക്കുക. കുഴച്ചെടുക്കാൻ പാകത്തിന് ഉപ്പ്, 1 ടീസ്പൂണ് നിറയെ എരിവില്ലാത്ത മുളക് പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊക്കെ കൂടി നല്ലോണം മിക്സാക്കി എടുക്കുക. ഇനി ഈ കൂട്ടിലേക്ക് 1 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഒരു 3/4 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കുക. ഈ കോളിഫ്ലവറിലൊക്കെ കീടനാശിനി നല്ലോണം തളിക്കുമല്ലോ, അപ്പോൾ ആ വിഷമയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടിയും വിനാഗിരിയൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ 5 മിനിറ്റ് ഇട്ട് വയ്ക്കുന്നത്. അരിപ്പൊടിക്ക് പകരമായിട്ട് കോൺഫ്ലവറോ കടലപ്പൊടിയോ ഒക്കെ എടുത്തിട്ട് ഇതുപോലെ കൂട്ടുണ്ടാക്കിയിട്ട് പൊരിച്ചെടുക്കട്ടോ. എൻ്റെ മിക്സിങ് മുഴുവൻ കഴിഞ്ഞപ്പോൾ ഞാൻ വീഡിയോയിൽ പിടിക്കാൻ വിട്ടുപോയതാണ്. ആ അരിപ്പൊടി മുളക് കൂട്ടിയുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊക്കെ കൂടി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കൈ കൊണ്ട് കുഴച്ച് മിക്സാക്കിയാലും മതി കേട്ടോ. നല്ല ശരിക്കും ആ കോളിഫ്ലവറിലേക്കൊക്കെ അരപ്പ് പിടിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. സമയത്ത് ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ കുറച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി എണ്ണയിലേക്ക് ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ 2-3 പ്രാവശ്യമായിട്ടാണ് ഇട്ടത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു 5-6 കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചു മറിച്ചൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഈ കോളിഫ്ലവർ ഒന്ന് നല്ലോണം മൊരിഞ്ഞ് വരണം, അതുവരെ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് നല്ലോണം മൊരിയിച്ചെടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, ചിക്കൻ ഫ്രൈ ചെയ്ത മാതിരി തന്നെ ഉണ്ട്. നല്ല ടേസ്റ്റ് വരും കേട്ടോ അത് കഴിക്കാനായിട്ട്. ഇപ്പോൾ ഇത് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അധികം വെച്ചാൽ ഒരു കരിച്ചിൽ വരും, അതുകൊണ്ട് ഇനി ഇത് കോരി മാറ്റുക. നല്ല കളറിൽ ചിക്കൻ ഫ്രൈ പോലെ തന്നെ ഉണ്ട്. പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ആ ബാക്കിയുള്ള എണ്ണയിലേക്ക് ബാക്കിയുള്ള കോളിഫ്ലവറും കൂടി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ മിക്സിൽ വേണമെങ്കിൽ കുരുമുളക് പൊടി ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്തി കൊടുക്കട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്തിയില്ല, വെറുതെ അരിപ്പൊടിയിൽ മാത്രമാണ് പൊരിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അത് പാത്രത്തിലേക്ക് കോരി മാറ്റുക. ഇനി ആ എണ്ണയിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലിട്ടിട്ട് മൂപ്പിച്ച് ഈ ഫ്രൈ ചെയ്തതിലേക്ക് ഇട്ടൊന്ന് അലങ്കരിക്കുക. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ. കമൻറ്റ് എഴുതി അറിയിക്കണേ.